Good morning guys. ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങൾ സിറ്റിസൺഷിപ്പിൻ്റെ ഓത്ത് എടുക്കാൻ പോവുകയാണ്. ഫൈനലി വി ആർ ബിക്കമിങ് എ കനേഡിയൻ സിറ്റിസൺ. എല്ലാവരെയും കുത്തിപ്പൊക്കട്ടെ. രാവിലെ 6 o'clock ആയി. ഞങ്ങൾ രാത്രി തന്നെ എല്ലാം ടേബിളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോഫയുടെ അടുത്ത് തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടേബിളിൽ നമ്മൾ നമ്മുടെ PR കാർഡും ഹെൽത്ത് കാർഡും ഡ്രൈവേഴ്സ് ലൈസൻസും നമുക്ക് ആവശ്യമുള്ള ID പ്രൂഫും ബ്ലാക്ക് പെൻ പിന്നെ അഫർമേഷൻ ഓഫ് സിറ്റിസൺഷിപ്പിൻ്റെ ഫോമും സൈൻ ചെയ്യാനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാനഡയുടെ ഒരു ഫ്ലാഗും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മാൻഡേറ്ററി അല്ല, ബട്ട് വി ക്യാൻ ജസ്റ്റ് ഷോ സം റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ്. സോ ഞങ്ങളത് മേടിച്ച് ഞങ്ങളതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, എൻ്റെ കുഞ്ഞു വ്ളോഗിലേക്ക്, ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് സെറമണിയുടെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു വ്ളോഗായിരിക്കും. സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് പ്ലീസ് ഡു കമൻറ്റ്. അപ്പു എഴുന്നേക്ക്. അപ്പു ഇന്ന് എന്നാന്ന് അറിയാവോ നിനക്ക്? എന്താ എന്തുവാ? എന്നാ എഴുന്നേക്ക്. പ്രാർത്ഥിച്ചെഴുന്നേക്ക്. Are you excited for the citizenship ceremony? Yeah, especially for the photo taking section. What is that? Especially for the photo taking section. Oh, taking section with who? Mama and you two with the government. Okay. Already എഴുന്നേറ്റിരിക്കുവാന്ന് തോന്നുന്നു. Good morning. Ting ting. Good morning, Mamucha. Bye, എഴുന്നേക്ക്. അപ്പോൾ ഗൈസ്, എല്ലാവരെയും കുത്തിപ്പൊക്കി. ഇനി ഇവരെ എല്ലാവരെയും റെഡി ആക്കിയിട്ട് ഞങ്ങളും റെഡിയായിട്ട് ഞങ്ങളുടെ സെഷൻ തുടങ്ങുന്ന 8:30 മമ്മുച്ച, അമ്പോറ്റി പ്രാർത്ഥിച്ചേ. അവിടെ അല്ല, അപ്പുറത്തെ അമ്പോറ്റി. പ്രാർത്ഥിച്ചേ അമ്പോറ്റി. മമ്മോ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടാ. ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് വ്ളോഗിൻ്റെ ആയിരിക്കും. സോ ഇന്ന് ഞങ്ങൾക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡേ ഇൻ അവർ ലൈഫ്. സിൻസ് 2013 മുതൽ തുടങ്ങിയതാണ് ഇവിടെ PR-ഉം എങ്ങനെയും ഈ കൺട്രിയിലൊന്ന് സെറ്റിൽ ആവണം എന്നുള്ള ഒരു ഡ്രീമായിരുന്നു. സോ വി ഹാവ് അച്ചീവ്ഡ് ഇറ്റ്. ആൻഡ് സോ സങ്കടമുണ്ട്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കളയുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. ബട്ട് we are also happy because this will open a greater opportunity for us. And ഞങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ വ്ളോഗ് കാണുക. ഇപ്പം ഞങ്ങൾക്ക് 8:30 സിറ്റിസൺഷിപ്പിൻ്റെ ഓത്ത് സെറമണി. ഞങ്ങളെല്ലാവരും റെഡിയാണ്. ധ്രുവയും മോമോസും ഔട്ട് ഓഫ് ദ സ്ക്രീൻ ആയിരിക്കും ബിക്കോസ് മൈനേഴ്സ് ഡോണ്ട് ഹാവ് ടു ജോയിൻ. മോമോ ഓൾറെഡി സിറ്റിസൺ ആണ്. ധ്രുവയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല, പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സിറ്റിസൺ ആകാൻ പോകുന്നതിൻ്റെ. വേൾഡ് ഫുള്ള് കാണാൻ പറ്റുമല്ലോ. മെയിൻ റീസൺ ഞങ്ങൾ കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കണമെന്ന് വിചാരിച്ചത് തന്നെ ഇവിടുത്തെ പാസ്പോർട്ടാണ്. എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് ദ കൂളസ്റ്റ് വൺ ആസ് വെൽ. ആൻഡ് ഇറ്റ്സ് സ്റ്റാൻഡ്സ് ഓൺ ദ 6th പൊസിഷൻ റൈറ്റ് നൗ. സോ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓപ്പൺ ആവും പാസ്പോർട്ട് തന്നെ കൈ കിട്ടിയാൽ. ട്രാവൽ ചെയ്യാൻ വേണ്ടി തന്നെ ഭയങ്കര ഫ്രീഡമാണ്. എന്ന് വെച്ച് ഇന്ത്യൻ പാസ്പോർട്ടിനെ ഒരിക്കലും താത്തു പറയത്തില്ല. ദാറ്റ് വിൽ ഓൾവേസ് ഹോൾഡ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ അവർ ഹാർട്ട്. ഇന്ത്യ ഈസ് ഇന്ത്യ. അതിനെ കമ്പയർ ചെയ്തിട്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയാണ് നമ്മളെല്ലാ ഇമിഗ്രൻസും ഈ കൺട്രിയിലേക്ക് പോകുന്നത്, വേറെ കൺട്രിയിലേക്ക് പോകുന്നത്. എല്ലാവരും അങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ചാൻസസ് ഉണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി. സോ
ഐ ഹോപ്പ് നിങ്ങൾ ഇന്നത്തെ ഈ വ്ളോഗ് കാണും. നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അതും ഞാൻ ഇടും. പ്ലസ് എങ്ങനെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇടും. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ആൻഡ് സപ്പോർട്ട് us ഗൈസ്. ബൈ. അങ്ങനെ ഞങ്ങളുടെ ഓത്ത് കഴിഞ്ഞു. സെറമണിയിൽ പല ആൾക്കാരും ജോയിൻ ചെയ്യും. സോ അതിൻ്റേതായുള്ള പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ട് അവർ വീഡിയോസ് ഒന്നും എടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല. സോ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് എടുക്കലെന്ന് അവർ സ്ട്രിക്ട്ലി ഇറ്റ് വാസ് പ്രൊഹിബിറ്റഡ്. സോ വി കുഡൻ ടേക്ക് എനി വീഡിയോ. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ സെറമണി അവർ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുമെന്ന് നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. We were lucky to get this picture within 30 seconds. Otherwise സെൽഫിയൊക്കെ ഫോണൊക്കെ റെഡി തപ്പി പിടിച്ച് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഞങ്ങൾ ഓൾറെഡി എല്ലാം റെഡിയാക്കി പ്രിപ്പയർഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് there were almost 120 participants. എല്ലാവർക്കും ഈ ഒരു സ്ക്രീൻ പുള്ളിക്കാരത്തി കാണിക്കും. എന്നിട്ട് എല്ലാവർക്കും സെൽഫി എടുക്കാനുള്ള ചാൻസ് കൊടുക്കും. അതിലവർ പറയും സമയമാകുമ്പോൾ ഞങ്ങൾ പറയാം നിങ്ങളുടെ അടുത്ത് എപ്പം നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ പറ്റുമെന്ന് അവർ പറയും, മുന്നേ തന്നെ പറയും. ആൻഡ് ഡ്യൂറിങ് ദ സെറമണി നമ്മുടെ വീഡിയോ ഫുൾ ടൈം ഓൺ ആയിരിക്കണം. പിന്നെ അവർ സംടൈംസ് അവർ അൺമ്യൂട്ട് ആക്കും ആൻഡ് അവർ തന്നെ മ്യൂട്ടും ആക്കും നമ്മുടെ വീഡിയോസ്. അവരതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ആൻഡ് ഡിസ്റ്റർബൻസ് ഒന്നും അധികം പാടില്ല. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ മ്യൂട്ടായിരിക്കും നമ്മുടെ ഓഡിയോ. സൂം സെഷൻ്റെ ഇടയിൽ ഈ 120 പേരുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. സോ അവർ ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു 10-19 പേരുടെ ഗ്രൂപ്പായിട്ട് ഓരോ ഏജൻസിനടുത്ത് അലോക്കേറ്റ് ചെയ്യും. ഓരോ ബ്രേക്ക് ഔട്ട് റൂംസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. അതിനകത്ത് ഈ ഏജൻറ്റ് വന്നിട്ട് IRCC ഏജൻറ്റ് വന്നിട്ട് നമ്മളോട് നമ്മുടെ ID പ്രൂഫ് ചോദിക്കും. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ആപ്ലിക്കേഷൻ സിറ്റിസൺഷിപ്പിൻ്റെ അപ്ലൈ ചെയ്തപ്പം മുതൽ ഇന്ന് വരെ എന്തെങ്കിലും ജയിൽ ടേമോ എന്തെങ്കിലും പ്രൊഹിബിഷൻസ് വല്ലതും നമ്മുടെ മേളിലുണ്ടോ എന്ന് ചോദിക്കും. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ട്രാവൽ പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അവരറിയണം. ബിക്കോസ് വി ആർ ഗോണ കട്ട് ദ PR കാർഡ് ഇൻ 4 pieces in front of them. സോ അങ്ങനെ അത് ചോദിക്കും അവർ. സെറമണി ഉണ്ടായിരുന്നുകൊണ്ട് അപ്പുഡൂസിനെ ഇന്ന് സ്കൂളിൽ വിട്ടില്ലായിരുന്നു. ഷി വാസ് റിയലി എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദ സെറമണി. സോ ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ബിക്കോസ് ഷി വാസ് ഏബിൾ ടു മാനേജ് മോമോ. ധ്രുവ നന്നായിട്ട് മാനേജ് ചെയ്ത് മോനെ. ഇടയ്ക്ക് സെറമണിയുടെ സമയത്ത് ഓത്ത് എടുക്കേണ്ടി വന്ന സമയത്ത് മോമോയും ധ്രുവയും വന്നിരുന്നു. ധ്രുവയും പറഞ്ഞു ഓത്ത്. ആൻഡ് വി ഓൾ ഹാവ് സങ് ദ നാഷണൽ ആന്തം ആസ് വെൽ. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഓത്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 1.5 hours എടുത്തു. 1.5 hoursൻ്റെ ആവശ്യമില്ല. ബട്ട് അത്രയും നേരത്തിനകത്ത് അവർ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ ഒരു ഓഫീസറിൻ്റെ അടുത്ത് നമ്മളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കും. നമ്മുടെ PR കാർഡും നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ചോദിക്കും. ഞങ്ങൾ ഹെൽത്ത് കാർഡാണ് കാണിച്ചത്. എന്നിട്ട് അവരുടെ മുമ്പിൽ ഞങ്ങളെ കൊണ്ട് PR കാർഡ് കട്ട് ചെയ്യിപ്പിക്കും. സോ ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് ഇതേ കട്ടായി കേട്ടോ. ഞങ്ങൾ 3 പേരുടെ കട്ടാക്കി. സോ PR കാർഡ് ഇങ്ങനെ കട്ടായി. പിന്നെ ഇപ്പം അവർ ഞങ്ങൾക്ക് ഇമെയിലിൽ ഒരു ഫോം അയച്ചു തന്നിട്ടുണ്ട്. അത് സൈൻ ചെയ്ത് ഇപ്പം തന്നെ ഞങ്ങൾക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അവർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് അത് പറഞ്ഞു തരും. സോ ഞങ്ങൾ അതൊക്കെയാണ് ചെയ്യാൻ പോവാണ്. മോമോ അധികം ശല്യപ്പെടുത്തിയില്ല, ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പം. മോമോ ഓക്കെ ആയിരുന്നു. സോ ഗൈസ് ഇതാണ് ഓത്ത് ഓർ അഫർമേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ഫോം. ഈ ഫോം നമ്മുടെ സെറമണി കഴിഞ്ഞ ഉടനെ തന്നെ സിഗ്നേച്ചർ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താലേ നമുക്ക് വിതിൻ 24 hours ഇമെയിൽ കിട്ടുകയുള്ളൂ. ആ ഇമെയിലിനകത്ത് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുകയുള്ളൂ. സോ ദിസ് ഈസ് എ മസ്റ്റ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഓത്തൊക്കെ കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ വിതിൻ 24 hours അവർ ഞങ്ങൾക്ക് റിട്ടേൺ ഇമെയിൽ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഫർമേഷൻ ഫോമിനകത്ത് നമ്മൾ സിഗ്നേച്ചർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക അവർക്ക്. അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ഇമെയിലിനകത്ത് തന്നെ നമ്മൾ കൊടുക്കുക. എന്നിട്ടത് അവർ വിതിൻ 24 hours നമുക്ക് നമ്മൾ ചൂസ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഏതാ മോഡി, ഈ സർട്ടിഫിക്കറ്റ് ആണോ പേപ്പർ സർട്ടിഫിക്കറ്റ് ആണോ എന്ന് നമ്മളെ ആദ്യമേ തന്നെ അവർ ചോദിക്കും. അപ്പം ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ആണ് സെലക്ട് ചെയ്തത്. അപ്പം വിതിൻ 24 hours അവർ ഇമെയിൽ അയക്കും. ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമുക്ക് അവരുടെ IRCC വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ തന്ന് അവർ അയക്കും. സോ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക.
പിന്നെ എന്താ അങ്ങനെ ആ ഒരു വലിയ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയും പാസ്പോർട്ട് അപ്ലൈ ചെയ്യണം. സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ ഞങ്ങൾ പാസ്പോർട്ട് ഫോംസൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റേതും വീഡിയോ ഇടും, എങ്ങനെയാണ് പാസ്പോർട്ട് ഫോംസൊക്കെ ഫില്ല് ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് ഇടും ഞാൻ. പ്ലസ് എന്താ പറയുന്നത്, സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഐ വിൽ ബി റിയലി ഗ്ലാഡ് ടു ഹെൽപ്പ് യു. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനെന്താണുള്ളത്, പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അതേസമയത്ത് ഞങ്ങളെടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല. ബട്ട് റൈറ്റ് നൗ സിറ്റിസൺഷിപ്പ് ഒരു ഡിസിഷൻ എടുത്തു. കനേഡിയൻ പാസ്പോർട്ട് മസ്റ്റാണ്. ഇന്ത്യൻ പാസ്പോർട്ട് എന്നാലും വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, എപ്പോൾ വേണേലും നമുക്ക് വിസിറ്റ് ചെയ്യാം നാട്ടിൽ. സോ അങ്ങനെ ഇരിക്കുന്നു. I hope you all liked our video, and if you do, please do subscribe, share and comment. Thank you.